Welcome all of you. Let me start a new topic, service costing. So, നമുക്കറിയാം നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ള യൂണിറ്റ് കോസ്റ്റിംഗ് ആയാലും ജോബ് കോസ്റ്റിംഗ്, കോൺട്രാക്ട് കോസ്റ്റിംഗ്, പ്രോസസ് കോസ്റ്റിംഗ് ഇതെല്ലാം റിലേറ്റഡ് ടു പ്രൊഡക്ഷൻ. സോ പ്രൊഡക്ഷൻ യൂണിറ്റ്സും അല്ലെങ്കിൽ മാനുഫാക്ചറിങ് യൂണിറ്റ്സുമായി ബന്ധപ്പെടുന്നതാണ് നമ്മൾ ഇതുവരെ പഠിച്ചു കഴിഞ്ഞ കോസ്റ്റിംഗ് മെത്തേഡ്സൊക്കെ. പക്ഷേ ഈ പ്രൊഡക്ഷൻ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുക അല്ലാതെ വേറെയും ബിസിനസ്സുകൾ നടക്കുന്നുണ്ട്. അതായത് ചില ബിസിനസ് സ്ഥാപനങ്ങൾ സർവീസുകൾ ഓഫർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ട്രാൻസ്പോർട്ട് അണ്ടർടേക്കിങ്സ് അവർ സർവീസാണ് റെൻഡർ ചെയ്യുന്നത്. ഹോസ്പിറ്റൽ എൻ്റർപ്രൈസസ് സർവീസ് റെൻഡർ ചെയ്യുന്നു. സോ സർവീസ് റെൻഡർ ചെയ്യുന്ന എൻ്റർപ്രൈസസിനെ ഫോളോ ചെയ്യുന്ന കോസ്റ്റിംഗ് മെത്തേഡിനെയാണ് സർവീസ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. സോ ഇതും ബാക്കിയുള്ള കോസ്റ്റിംഗ് മെത്തേഡ്സിൽ നിന്നും ഡിഫറെൻ്റ് ആണ്. സോ എന്താണ് സർവീസ് കോസ്റ്റിംഗ് എന്നുള്ളത് നോക്കാം. സോ ഫസ്റ്റ് മീനിങ്. സർവീസ് കോസ്റ്റിംഗ് ഈസ് എ വാരിയൻറ്റ് ഓഫ് യൂണിറ്റ് ഓർ ഔട്ട്പുട്ട് കോസ്റ്റിംഗ്. ഔട്ട്പുട്ട് കോസ്റ്റിംഗ് അല്ലെങ്കിൽ യൂണിറ്റ് കോസ്റ്റിംഗ് പോലെയാണ്, പക്ഷേ അതിൻ്റെ ഒരു വേറെ രൂപം ആണ് സർവീസ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഔട്ട്പുട്ട് കോസ്റ്റിങ്ങിൽ ഇറ്റ് ഈസ് റിലേറ്റഡ് ടു പ്രൊഡക്ഷൻ, പക്ഷേ സർവീസ് കോസ്റ്റിങ്ങിൽ ഇറ്റ് ഈസ് റിലേറ്റഡ് ടു സർവീസ്. Service costing refers to the cost of providing a service or function. It is the costing procedure used for determining the cost per unit of service rendered. Okay, so service കോസ്റ്റിങ്ങിൽ നമ്മൾ കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് ദി സർവീസ് റെൻഡേർഡ് എത്രയാണ് എന്നുള്ളത് ഡിറ്റർമൈൻ ചെയ്യുന്നു. ഓക്കെ, ഇതാണ് സർവീസ് കോസ്റ്റിങ്ങിൻ്റെ മീനിങ്. നെക്സ്റ്റ് നമ്മൾ എന്താണ് സർവീസ് കോസ്റ്റിങ്ങിൻ്റെ ഫീച്ചേഴ്സ് എന്ന് നോക്കാം. So it is used by the concerns that are engaged in rendering service. So first feature അതാണ്. ഏതൊക്കെ എൻ്റർപ്രൈസസ് ആണോ സർവീസ് റെൻഡർ ചെയ്യുന്നത് അവരാണ് ഈ സർവീസ് കോസ്റ്റിംഗ് അഡോപ്റ്റ് ചെയ്യുന്നത്. ദെൻ ഇറ്റ് റിസംബിൾസ് ടു യൂണിറ്റ് കോസ്റ്റിംഗ്. എന്താണ് റിസംബിൾസ് ടു യൂണിറ്റ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് സിമിലർ ടു യൂണിറ്റ് കോസ്റ്റിംഗ്. യൂണിറ്റ് കോസ്റ്റിംഗ് അല്ലെങ്കിൽ ഔട്ട്പുട്ട് കോസ്റ്റിംഗ് പോലെ തന്നെയാണ്. നേരത്തെ പറഞ്ഞതുപോലെ സർവീസ് കോസ്റ്റിംഗ് ഇറ്റ് ഈസ് റിലേറ്റഡ് ടു സർവീസ് ആൻഡ് ഔട്ട്പുട്ട് കോസ്റ്റിംഗ് ഈസ് റിലേറ്റഡ് ടു പ്രൊഡക്ഷൻ. Okay, the distinction between fixed and variable cost is very important. സർവീസ് കോസ്റ്റിങ്ങിൽ നമ്മൾ ഫിക്സഡ് കോസ്റ്റിൻ്റെയും വേരിയബിൾ കോസ്റ്റിൻ്റെയും ഡിഫറൻസ്, അതായത് നമുക്കറിയാം ഫിക്സഡ് കോസ്റ്റ് എന്താണ്, വേരിയബിൾ കോസ്റ്റ് എന്താണെന്നുള്ളതൊക്കെ. സോ അതാണ് നമ്മളിവിടെ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അതേസമയം യൂണിറ്റ് കോസ്റ്റിങ്ങിൽ നമ്മൾ പ്രൈം കോസ്റ്റ്, ദെൻ ഫാക്ടറി കോസ്റ്റ്, ഓഫീസ് കോസ്റ്റ്, അങ്ങനെ ആ ഒരു ക്ലാസിഫിക്കേഷനാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളതെങ്കിൽ ഇവിടെ നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഫിക്സഡ് ആൻഡ് വേരിയബിൾ കോസ്റ്റ് ആണ്. The proportion of fixed cost is generally higher in the case of service costing. ഫിക്സഡ് കോസ്റ്റിൻ്റെ പ്രൊപ്പോർഷൻ വളരെ കൂടുതലാണ്. Then the cost unit may be simple in certain cases whereas compound in other cases. So കോസ്റ്റ് യൂണിറ്റ് എന്താണെന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. കോസ്റ്റ് മെഷർമെൻറ്റിന് യൂസ് ചെയ്യുന്ന പെർ യൂണിറ്റ് എന്താണ് ആ യൂണിറ്റ് മെഷർമെൻറ്റ് യൂസ് ചെയ്യുന്നത് അതിനെയാണ് കോസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത്. സോ അത് ചിലപ്പോൾ സിമ്പിൾ കോസ്റ്റ് യൂണിറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ കോമ്പൗണ്ട് കോസ്റ്റ് യൂണിറ്റ് ആകാം. There is no problem regarding the valuation of work in progress or closing stock. സോ നമ്മൾ പ്രൊഡക്ഷൻ്റെ കേസ് പറയുന്നത് പോലെ അതിൽ വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തു, പക്ഷേ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, അത് വൈൻഡ് അപ്പ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ അതിൻ്റെ മിഡിൽ സ്റ്റേജിൽ നിൽക്കുമ്പോൾ അതിനെയാണ് വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറയുക. സോ അങ്ങനെ ഒരു സിറ്റുവേഷൻ സർവീസ് കോസ്റ്റിങ്ങിൽ ഒരിക്കലും വരില്ല. സോ ദീസ് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് സർവീസ് കോസ്റ്റിംഗ്. സോ നെക്സ്റ്റ് നമ്മൾ ഇതിൻ്റെ അപ്ലിക്കേഷൻ, എവിടേക്കാണ് സർവീസ് കോസ്റ്റിംഗ് നമ്മൾ അപ്ലൈ ചെയ്യുക എന്നുള്ളത് നോക്കാം. സർവീസ് കോസ്റ്റിംഗ് ഈസ് അഡോപ്റ്റഡ് ബൈ ദ ഓർഗനൈസേഷൻസ് വിച്ച് റെൻഡർ സർവീസസ്. മെയിൻലി സർവീസ് റെൻഡർ ചെയ്യുന്ന എൻ്റർപ്രൈസസ് ആണ്, ഓർഗനൈസേഷൻസ് ആണ് സർവീസ് കോസ്റ്റിംഗ് അഡോപ്റ്റ് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ട്രാൻസ്പോർട്ട് അണ്ടർടേക്കിംഗ്, എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഹോട്ടൽസ്, ക്യാൻറ്റീൻ, ഹോസ്പിറ്റൽസ്, ഇലക്ട്രിസിറ്റി കമ്പനീസ്, ഗ്യാസ് കമ്പനീസ്, വാട്ടർ സപ്ലൈ കൺസേൺസ്, ട്രാൻസ്പോർട്ട് സർവീസ് കോസ്റ്റിംഗ്, ദെൻ പവർ ഹൗസ് സർവീസ് കോസ്റ്റിംഗ്, ഹോട്ടൽ, സിനിമ, ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിലൊക്കെയാണ്, ഇവിടെയൊക്കെയാണ് ഈ സർവീസ് കോസ്റ്റിംഗ് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദ നെക്സ്റ്റ്, വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് സർവീസ് കോസ്റ്റിംഗ്. സർവീസ് കോസ്റ്റിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്? മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ടു അസർട്ടൈൻ ദ കോസ്റ്റ് ഓഫ് പ്രൊവൈഡിങ് സർവീസസ്. എന്താണ് പെർ യൂണിറ്റ് കോസ്റ്റ്, എത്രയാണ് ഓരോ സർവീസ് റെൻഡർ ചെയ്യുമ്പോൾ എത്രയാണ് കോസ്റ്റ് വരുന്നത് എന്നുള്ളത് കണ്ടുപിടിക്കുക. ദെൻ ടു പ്രൊവൈഡ് കോസ്റ്റ് ഇൻഫോർമേഷൻ ഫോർ കറക്റ്റ് പ്രൈസ് ഫിക്സേഷൻ. നമ്മൾ ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ മുൻകൂട്ടി നമ്മൾ അതിൻ്റെ ഒരു ബജറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ എത്രയാണ് പ്രൈസ് ഫിക്സേഷൻ വേണ്ടത് എന്നുള്ള ആ ഒരു ടെൻഡർ അല്ലെങ്കിൽ കൊട്ടേഷൻ ഫിക്സ് ചെയ്യാൻ വേണ്ടി നമ്മൾ സർവീസ് കോസ്റ്റിംഗ് യൂസ് ചെയ്യും. ആൻഡ് ഇറ്റ് ഹെൽപ്പ് ദ മാനേജ്മെൻറ്റ് ഇൻ ഡിസിഷൻ മേക്കിംഗ്.
to control cost. Like any other type of costing, the service costing also provide the so helps to control cost, and it helps to eliminate waste and to measure the efficiency of service departments. എഫിഷ്യൻസി, ഓരോ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എഫിഷ്യൻസി, ഇപ്പോൾ കുറേ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ടെങ്കിൽ ഓരോ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും കോസ്റ്റ് മെഷർ ചെയ്യുന്നത് വഴി നമുക്ക് ഏത് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റാണ് ബെറ്റർ എന്നുള്ളത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. സോ ദീസ് ആർ ദ മെയിൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് സർവീസ് കോസ്റ്റിംഗ്. നെക്സ്റ്റ് കം ടു ദ ഡിഫറൻസസ്. ബാക്കിയുള്ള സർവീസ് കോസ്റ്റിംഗ് മെത്തേഡിൽ നിന്നും സർവീസ് കോസ്റ്റിംഗ് എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മളിവിടെ പറയുന്നത്. സോ രണ്ട് പ്രധാനപ്പെട്ട യൂണിറ്റ് കോസ്റ്റിങ്ങും ഓപ്പറേഷൻ കോസ്റ്റിങ്ങും അതുമായിട്ടാണ് നമ്മൾ കമ്പാരിസൺ ചെയ്യുന്നത്. ഫസ്റ്റ് വൺ, സർവീസ് കോസ്റ്റിംഗ് വേഴ്സസ് യൂണിറ്റ് കോസ്റ്റിംഗ്. സർവീസ് കോസ്റ്റിങ്ങും യൂണിറ്റ് കോസ്റ്റിങ്ങും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? സർവീസ് കോസ്റ്റിങ്ങിൽ ജനറലി കോമ്പൗണ്ട് കോസ്റ്റ് ഈസ് യൂസ്ഡ്. സോ നമ്മൾ കോമ്പൗണ്ട് കോസ്റ്റ് പഠിച്ചിട്ടുണ്ട്, അതായത് ഒന്നിൽ കൂടുതൽ മെഷർമെൻറ്റ്, പിന്നെ കോസ്റ്റ് യൂണിറ്റ് ഒന്നിൽ കൂടുതൽ വരികയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് കോമ്പൗണ്ട് കോസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പെർ പാസഞ്ചർ പെർ കിലോമീറ്റർ നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട്. പെർ പാസഞ്ചർ എന്ന് മാത്രം പറയുകയാണെന്നുണ്ടെങ്കിൽ അതെന്താണ്, സിമ്പിൾ കോസ്റ്റ് യൂണിറ്റ് ആണ്. പക്ഷേ പെർ പാസഞ്ചർ പെർ കിലോമീറ്റർ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ രണ്ട് മെഷർമെൻറ്റ് വന്നു. സോ അതിനെയാണ് കോമ്പൗണ്ട് കോസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത്. എന്നാൽ യൂണിറ്റ് കോസ്റ്റിങ്ങിൽ നമ്മൾ സിമ്പിൾ കോസ്റ്റ് യൂണിറ്റ് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. ഓക്കെ, ദെൻ കോസ്റ്റ് ആർ അനലൈസ്ഡ് ഇൻ ടു ഫിക്സഡ് ആൻഡ് വേരിയബിൾ. നമ്മൾ നേരത്തെ പറഞ്ഞു സർവീസ് കോസ്റ്റിങ്ങിന് ബാക്കിയുള്ളതിൽ നിന്നുള്ളൊരു വ്യത്യാസം, ഇവിടെ ഫിക്സഡ് ആൻഡ് വേരിയബിൾ കോസ്റ്റിനാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത്. എന്നാൽ നമ്മൾ യൂണിറ്റ് കോസ്റ്റിങ്ങിൽ പ്രൈം കോസ്റ്റ്, ഫാക്ടറി കോസ്റ്റ്, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്, അതിനൊക്കെയാണ് കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത്. അത് മറ്റൊരു വ്യത്യാസമാണ്. ഇനി പ്രൊപ്പോർഷൻ ഓഫ് ഫിക്സഡ് കോസ്റ്റ് ഈസ് വെരി ഹൈ. നമ്മൾ പറഞ്ഞിരുന്നു സർവീസ് കോസ്റ്റിങ്ങിൻ്റെ ഫീച്ചർ പറഞ്ഞപ്പോൾ ഫിക്സഡ് കോസ്റ്റിൻ്റെ പ്രൊപ്പോർഷൻ കൂടുതലാണ് സർവീസ് കോസ്റ്റിങ്ങിൽ. അതേസമയം പ്രൊപ്പോർഷൻ ഓഫ് ഫിക്സഡ് കോസ്റ്റ് ഈസ് വെരി ലോ ഇൻ ദ കേസ് ഓഫ് യൂണിറ്റ് കോസ്റ്റിംഗ്. ഓക്കെ, then last difference, the procedure of recording various costs will vary according to the nature of service. നമ്മൾ നാച്ചുറൽ സർവീസിനനുസരിച്ച് പ്രൊസീജിയർ വ്യത്യാസപ്പെട്ടിരിക്കും. ഇപ്പോൾ സപ്പോസ് ഹോട്ടൽ സർവീസ് ഇൻഡസ്ട്രി ആണെന്നുണ്ടെങ്കിൽ അവിടെ അഡോപ്റ്റ് ചെയ്യുന്ന കോസ്റ്റിംഗ് മെത്തേഡ് ആവില്ല ഒരു ട്രാൻസ്പോർട്ട് ഇൻഡസ്ട്രിയിൽ ഉണ്ടാവുക. അവിടെ അഡോപ്റ്റ് ചെയ്യുന്നതായിരിക്കില്ല ഒരു സിനിമ ഇൻഡസ്ട്രിയിൽ ഉണ്ടാവുക, അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഉണ്ടാവുക. സോ ഓരോ നാച്ചുറൽ സർവീസ് മാറുന്നതിനനുസരിച്ച് അവിടെ കോസ്റ്റ് റെക്കോർഡ് ചെയ്യുന്ന പ്രൊസീജിയറിൽ വ്യത്യാസം ഉണ്ട്. പക്ഷേ യൂണിറ്റ് കോസ്റ്റിങ്ങിൻ്റെ കേസിൽ ഏത് ടൈപ്പ് പ്രോഡക്റ്റ് ആണെന്നുണ്ടെങ്കിലും ഏത് ടൈപ്പ് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി ആണെന്നുണ്ടെങ്കിലും കോസ്റ്റ് റെക്കോർഡ് ചെയ്യുന്ന കാര്യം സെയിം ആണ്. അതായത് പ്രൊസീജിയർ ഫോർ റെക്കോർഡിംഗ് വാരിയസ് കോസ്റ്റ് വിൽ ബി സിമിലർ. പ്രൊസീജിയർ സിമിലർ ആണ് ഫോർ ഓൾ ദി ഗുഡ്സ് മാനുഫാക്ചറിങ് കമ്പനീസ്. ദറ്റ് ഈസ് ദ ഡിഫറൻസ്. സോ അതാണ് സർവീസ് കോസ്റ്റിങ്ങും യൂണിറ്റ് കോസ്റ്റിങ്ങും തമ്മിലുള്ള വ്യത്യാസം. ഇനി നമുക്ക് സർവീസ് കോസ്റ്റിങ്ങും ഓപ്പറേഷൻ കോസ്റ്റിങ്ങും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കാം. സോ ഓപ്പറേഷൻ കോസ്റ്റിംഗ്, service costing is the method of costing designed to find out the cost of rendering a service. This method is suitable for undertakings that are under services instead of producing goods. So service provide ചെയ്യുന്ന ഇൻഡസ്ട്രീസിലാണ് നമ്മൾ സർവീസ് കോസ്റ്റിംഗ് അഡോപ്റ്റ് ചെയ്യുന്നത്. എന്നാൽ ഓപ്പറേഷൻ കോസ്റ്റിംഗ്, ഇവിടെ ഓപ്പറേറ്റിംഗ് അല്ല ഓപ്പറേഷൻ ആണ്, സ്പെല്ലിംഗ് തെറ്റിയതാണ്. ഓപ്പറേഷൻ കോസ്റ്റിംഗ് is a method of costing applied to determine the total cost and unit cost of each operation. ഓരോ ഓപ്പറേഷൻ്റെ, അതായത് ഓരോ എന്താണോ ഓപ്പറേഷൻ വരുന്നത് ആ ഓപ്പറേഷൻ്റെ സെപ്പറേറ്റ് ടോട്ടൽ കോസ്റ്റ് അല്ലെങ്കിൽ യൂണിറ്റ് കോസ്റ്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഓപ്പറേഷൻ കോസ്റ്റിങ്ങിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത്. എന്നാൽ സർവീസ് കോസ്റ്റിംഗ് അതിനെ പറയുന്ന വേറെ പേരാണ് ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ്. ഓക്കെ, സർവീസ് കോസ്റ്റിംഗ് ഈസ് ഓൾസോ നോൺ ആസ് ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ്. സോ ഓപ്പറേറ്റിംഗ് കോസ്റ്റിങ്ങിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത് സർവീസസിൻ്റെ പെർ യൂണിറ്റ് സർവീസ് എത്രയാണ് പെർ യൂണിറ്റ് കോസ്റ്റ് എന്ന് കാൽക്കുലേറ്റ് ചെയ്യലാണ്. Okay, so these are the differences between service costing and operation costing. ദെൻ നമ്മൾ ഏതൊക്കെയാണ് സർവീസ് കോസ്റ്റ് യൂണിറ്റുകൾ എന്നുള്ളത് നോക്കാം. നമ്മൾ പറഞ്ഞു രണ്ട് പ്രധാനപ്പെട്ട കോസ്റ്റ് യൂണിറ്റുകളുണ്ട്, സിമ്പിൾ കോസ്റ്റ് യൂണിറ്റും അതുപോലെ കോമ്പൗണ്ട് കോസ്റ്റ് യൂണിറ്റും. അതിൽ കോമ്പൗണ്ട് കോസ്റ്റ് യൂണിറ്റാണ് നമ്മൾ ഇതിൽ കൂടുതലായിട്ട് യൂസ് ചെയ്യുക എന്നുള്ളതും പറഞ്ഞു. സോ എന്താണ് സിമ്പിൾ കോസ്റ്റ് യൂണിറ്റ് എന്ന് നോക്കാം. So simple cost unit means these are the cost unit in which one single measurement is used. That is for example ട്രാൻസ്പോർട്ടിൻ്റെ കേസിൽ നോക്കുകയാണെങ്കിൽ പെർ പാസഞ്ചർ അല്ലെങ്കിൽ പെർ കിലോമീറ്റർ ഇതിലേതെങ്കിലും ഒന്ന് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അതെന്താണ്, അത് സിമ്പിൾ കോസ്റ്റ് യൂണിറ്റ് ആണ്. ഒന്നുകിൽ നമ്മൾ പെർ പാസഞ്ചർ വെച്ചിട്ട് മെഷർ ചെയ്യുന്നു അല്ലെങ്കിൽ പെർ കിലോമീറ്റർ. ഇനി ഗുഡ്സിൻ്റെ കേസിലാണെങ്കിൽ പെർ ടണ്ണ് വെച്ചിട്ട് അല്ലെങ്കിൽ പെർ ക്വിൻ്റൽ വെച്ചിട്ട് നമ്മൾ മെഷർ ചെയ്യുന്നു.
അല്ലെങ്കിൽ സ്കൂൾ അല്ലെങ്കിൽ കോളേജ് ചെയ്യാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പെർ സ്റ്റുഡൻറ്റ് വെച്ചിട്ട് നമ്മൾ മെഷർ ചെയ്യുന്നു. സോ ഒരു സിംഗിൾ മെഷർമെൻറ്റ് വെച്ചിട്ട് നമ്മൾ കോസ്റ്റ് മെഷർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് സിമ്പിൾ കോസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതേസമയം കോമ്പൗണ്ട് കോസ്റ്റ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ ഒന്നിൽ കൂടുതൽ മെഷർമെൻറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നു. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ട്രെയിൻ അല്ലെങ്കിൽ ബസ് അങ്ങനെയുള്ള അവിടെ പാസഞ്ചറിൻ്റെ നമ്മൾ മെഷർമെൻറ്റ് എടുക്കുകയാണ്, സർവീസ് മെഷർമെൻറ്റ് എടുക്കുകയാണെങ്കിൽ പെർ പാസഞ്ചർ പെർ കിലോമീറ്റർ എടുക്കുകയാണ്. അവിടെ 2 മെഷർമെൻറ്റ് വന്നു, പെർ പാസഞ്ചർ എന്നുള്ളതും പെർ കിലോമീറ്റർ എന്നുള്ളതും വന്നു. അങ്ങനെ 2 മെഷർമെൻറ്റ് വരികയാണെങ്കിൽ അതിനെയാണ് കോമ്പൗണ്ട് കോസ്റ്റ് യൂണിറ്റ്. അതുപോലെ ഇപ്പോൾ ഗുഡ്സിൻ്റെ ട്രെയിൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വിചാരിക്കുക, അല്ലെങ്കിൽ ട്രക്ക് ഗുഡ്സ് എടുക്കുകയാണെങ്കിൽ പെർ ടൺ പെർ കിലോമീറ്റർ, അവിടെ 2 മെഷർമെൻറ്റ് വന്നു, പെർ ടൺ പെർ കിലോമീറ്റർ. ദെൻ ഹോസ്പിറ്റൽ പെർ ബെഡ് പെർ ഡേ. ദെൻ ഹോട്ടൽ എടുക്കുകയാണെങ്കിൽ പെർ റൂം പെർ ഡേ. അങ്ങനെ നമ്മൾ 2 മെഷർമെൻറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് കോമ്പൗണ്ട് കോസ്റ്റ് യൂണിറ്റ്. 2 അതിൽ കൂടുതലോ മെഷർമെൻറ്റ് എടുക്കുകയാണെങ്കിൽ അതിനെയാണ് കോമ്പൗണ്ട് കോസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത്. സോ സർവീസ് ഇൻഡസ്ട്രീസിൽ സർവീസ് കോസ്റ്റിങ്ങിൽ നമ്മൾ സാധാരണയായിട്ട് കോമ്പൗണ്ട് കോസ്റ്റ് യൂണിറ്റ് ആണ് എടുക്കാറ്. Okay, so these are the different types of cost unit, simple cost unit and compound cost unit. So ഇതാണ് സർവീസ് കോസ്റ്റിങ്ങിനെ കുറിച്ച് ജനറലായിട്ട് പറയാനുള്ള തിയറി.